അങ്ങനെ രാത്രി ആയതോടെ സിയാന് വിഷമിച്ച് തിരിച്ച് വീട്ടിലേക്ക് വന്നുകൊണ്ടിരിക്കുമ്പോഴാണ് പെട്ടെന്ന് സ്നോ വന്നു തുടങ്ങും. അങ്ങനെ അതുകൊണ്ട് അവൾ സന്തോഷത്തിരിക്കുമ്പം കറക്റ്റ് ആ സമയം തന്നെ ഇവളുടെ അടുത്തേക്ക് യാൻഷങ് ഓടിയെത്തും. അതിനുശേഷമായിരിക്കും ആ ഫ്ലാഷ് ബാക്ക് കാണിക്കുന്നത്. സത്യത്തിൽ യാൻഷങ്ങും ഇന്ന് ഫസ്റ്റ് നോയില് ആ സ്നേഹിക്കുന്ന ആളുടെ അടുത്ത് നിൽക്കുവാണ്. അവസാനം വരെ ഒരുമിച്ച് ജീവിക്കുന്ന അറിഞ്ഞിട്ട് ഇപ്പൊ ഇവളെ കാണാൻ വേണ്ടി വന്നേ. അതിനുശേഷം അവനും ഞാൻ കുറെ സമയം തന്നെ വെയിറ്റ് ചെയ്യിപ്പിച്ചെന്ന് പറഞ്ഞു ചോദിക്കുമ്പം അവളും പിന്നല്ലാതെന്ന് പറഞ്ഞിട്ട് ഇപ്പൊ ആ റെസ്റ്റോറന്റ് ഫുള്ളും ആൾക്കാരായെന്ന് പറയും. അപ്പോഴാണ് അവനും എങ്കിൽ പിന്നെ നമുക്ക് വീട്ടിൽ ചെന്ന് കഴിക്കാന്ന് പറഞ്ഞിട്ട് ഇവളെയും വിളിച്ചോണ്ട് അങ്ങ് പോകും. അങ്ങനെ അതുകൊണ്ട് അവളിപ്പോ ഭയങ്കര സന്തോഷത്തില്ല. അതിനുശേഷം ഇവരും വീട്ടിൽ നിന്ന് ഒരുമിച്ച് ഫുഡ് കഴിച്ചോണ്ടിരിക്കുമ്പോഴാണ് അവന് ഫസ്റ്റിനോട് അർത്ഥം എന്തോന്ന് ഇവൾക്കൊല്ലം അറിയാൻ ചോദിക്കും. പക്ഷെ അവൾക്കാണ് അതിനെ കുറിച്ചൊന്നും പിടിയില്ല. അതുകൊണ്ട് അവൻ ആ സീക്രട്ട് ഇവളോട് പറയാതെ വാരി കഴിച്ചാന്ന് പറഞ്ഞിട്ട് അവൻ അവിടെ നിന്ന് കഴിഞ്ഞിട്ട് പോകും. അപ്പോഴാണ് ഇവളുടെ കൂട്ടുകാരിയാണ് യുവാന്റെ ഒരു ഫോട്ടോ ഇട്ടിട്ട് അവൾ ഫസ്റ്റ് സ്നോയി അവൾ സ്നേഹിക്കുന്ന വ്യക്തിയുടെ കൂടെ നിൽക്കുമെന്ന് പറഞ്ഞ് പോസ്റ്റൊക്കെ ഇട്ടേക്കും. അപ്പോഴാണ് ഇത് മനസ്സിലാക്കുന്ന അവളാണ് ഇതായിരുന്നു ഇവൻ ചോദിച്ചതിന്റെ അർത്ഥം എന്ന് പറഞ്ഞിട്ട് അവൾ ഞെട്ടിപ്പോകും. കൂടാതെ ഇന്ന് തന്നെ അവന് ചെലവിന് ചെയ്യാൻ വേണ്ടി പുറത്തേക്ക് വിളിച്ചോണ്ട് ഒരു പക്ഷെ അവൻ ആ അർത്ഥത്തിലായിരിക്കും വിചാരിച്ചെന്ന് പറഞ്ഞ് ഇവളും പേടിച്ചിരിക്കും. എന്നിട്ട് അവിടേക്ക് വൈനായിട്ട് വരുന്ന യാൻഷങ് ആണ് കുടിക്കിന് മുമ്പേ തന്നെ മുഖമൊക്കെ ചുമന്നെന്ന് പറഞ്ഞിട്ട് അവളിട്ട് കളിയായിക്കൊണ്ടിരിക്കും. അപ്പോഴാണ് പെട്ടെന്ന് യാൻഷങ്ങും അവന്റെ കൂട്ടുകാരനിട്ട ഒരു പോസ്റ്റ് കണ്ടെന്ന് പറയുമ്പം ഇവളാണ് പേടിച്ചുപോയി. ഇവൻ മിക്കവാറും ഫസ്റ്റ് നോവിനെ കുറിച്ചായിരിക്കും പറയാൻ വരുമെന്ന് പറഞ്ഞിട്ട് അവൾ സ്ഥലം വിടാൻ വേണ്ടി നോക്കും. പക്ഷെ യാൻഷങ് ആണ് ഇത് മനസ്സിലാക്കിയിട്ട് അവനിട്ട പോസ്റ്റ് ഇവൾക്കങ്ങ് കാണിക്കും. കാരണം അവൻ അതേപോലെ ഒന്നും ടൈപ്പ് ചെയ്തിട്ടിട്ടില്ല, ചുമ്മാ അവളുടെ കൂടെ ഇരിക്കുന്ന ഫോട്ടോ മാത്രമേ ഇട്ടിട്ടുള്ളൂ. അതുകൊണ്ട് ഇവനും ആദ്യമായിട്ട് യുവാൻ ഇങ്ങനെ ഫോട്ടോസൊക്കെ ഇടുന്ന കാണുന്നെന്ന് പറഞ്ഞിട്ട് ഇവളെ പറഞ്ഞ് മനസ്സിലാക്കുമ്പം ഇവളെ സന്തോഷത്തി ഭാഗ്യത്തിന് ഫസ്റ്റ് നോയില് ഇഷ്ടപ്പെട്ട ആളിന്റെ കൂടെ ഇരിക്കുന്ന ടൈപ്പ് ഒന്നും അവൻ എഴുതിയിട്ടില്ലെന്ന് പറഞ്ഞ് ഇവളിവിടെ ആശ്വാസപ്പെടും. അതിനുശേഷം അവളും അവിടുത്തെ ഒരു ഫോട്ടോ കണ്ടിട്ട് ഇതിനകത്തിരിക്കുന്ന ആരാന്ന് പറഞ്ഞ് അവൾ ഓരോരുത്തരുടെ പേര് പറയുമ്പം ഒരുത്തിന്റെ പേര് മാത്രം ഇവൾക്ക് അറിയത്തില്ല. അപ്പോഴാണ് യാൻഷങ്ങും അത് അവന്റെ മരിച്ചുപോയൊരു കൂട്ടുകാരനാന്ന് പറയും. അപ്പോഴാണ് അവളും ഞാനിപ്പോ അറിയാതെ ചോദിച്ചു നിന്നെ ഓർമ്മിപ്പിച്ചോന്ന് പറഞ്ഞ് അവനോട് സോറി പറയുമ്പം അവനന്ന് കുഴപ്പമില്ലെന്ന് പറഞ്ഞിട്ട് അന്ന് ഇവളെ സ്വിമ്മിംഗ് പൂളിന്റെ വീഡിയോ കാണിച്ചപ്പോ ഇവളോട് ദേഷ്യപ്പെട്ടത് ഇവന്റെ തെറ്റാന്ന് പറയും. കാരണം ഇവന്റെ കഥയൊന്നും അറിയാതെ ആ വീഡിയോ കാണിച്ചതുകൊണ്ട് അവളുടെ ഭാഗത്ത് തെറ്റൊന്നുമില്ലെന്ന് ഇവൻ പറയും. അപ്പോഴാണ് അവളും ഒരു പക്ഷെ നിന്റെ മരിച്ചുപോയ കൂട്ടുകാരന്റെ വീഡിയോ അതിനകത്തുള്ള കൊണ്ടാണോ നീ അന്ന് ദേഷ്യത്തിൽ എന്നോട് സംസാരിച്ചിട്ട് പോയെന്ന് പറഞ്ഞ് ഇവളാ ചെയ്തിട്ട് ഇവനോട് സോറി പറയും. പക്ഷെ അവനാണ് സോറി ഒന്നും വേണ്ടെന്ന് പറഞ്ഞിട്ട് അവൻ എങ്ങനെയാ മരിച്ചെന്നുള്ള കാര്യം പറയും. അതായത് ഇവൻ അവന്റെ കൂട്ടുകാരനും ടോങ്ങും കൂടെ കടലിൽ ചെന്ന് ചുമ്മാ ടൈം പാസ് ചെയ്യാൻ വേണ്ടി പോയി കാണും. പക്ഷെ അവന്റെ കൂട്ടുകാരനും ഇന്ന് കുറെ തിരമാല ഉണ്ടെന്ന് പറഞ്ഞിട്ട് അവൻ വരുന്നില്ലെന്ന് പറയുമ്പം യാൻഷങ് ആയിരിക്കും ഇതൊക്കെ കണ്ട് പേടിക്കാ വളിയാന്ന് പറഞ്ഞിട്ട് അവൻ കൂട്ടിനുണ്ടെന്ന് അറിയും. അങ്ങനെ അതുകൊണ്ടാ യാൻഷങ് തെറ്റിയിരിക്കുന്ന ഒരു പക്ഷെ അന്ന് അവൻ അവന്റെ കൂട്ടുകാരനെ വിളിച്ചോണ്ട് പോയില്ലായിരുന്നെങ്കിൽ അവൻ ജീവനോട് ഉണ്ടായിരുന്നേന്ന്. കൂടാതെ അന്നത്തെ ദിവസം യാൻഷങ് മരിക്കാൻ പോയതാ. പക്ഷെ ടോങ്ങിനെ കൊണ്ട് ഒരാളെ രക്ഷിക്കാൻ പറ്റുള്ളൂ, അത് നമ്മുടെ യാൻഷങ്ങിനായിരുന്നു. അങ്ങനെ കൺമുമ്പിൽ തന്നെ എന്റെ ബെസ്റ്റ് ഫ്രണ്ട് മരിച്ചുപോയതുകൊണ്ട് ഞാൻ അന്നോട്ട് സ്വിമ്മിംഗ് ജയിൽ നിർത്തിയെന്ന് പറഞ്ഞിട്ട് ഇവൻ അന്നോട്ടെ പേടിയാന്ന് അറിയും. അപ്പോഴാണ് ഇതെല്ലാം കേട്ട് സിയാനാണ് പക്ഷെ ടോങ്ങിനോട് പറഞ്ഞ കഥ ഇതൊന്നല്ലല്ലോ എന്ന് പറഞ്ഞിട്ട് അവൾക്കെല്ലാം പിടികിട്ടും. കാരണം ടോങ് വമ്പൻ തള്ള ഈ കാര്യം ഇവളോട് പറയാതെ അവളെ മനഃപൂർവ്വം കുടിക്കിയത്. അതുകൊണ്ട് ടോങ്ങിനെ കുറിച്ച് ഇപ്പൊ അവൾക്ക് മനസ്സിലായി. അങ്ങനെ ഇപ്പൊ അടുത്ത ദിവസം ഇവിടെ സിയാനി യാൻഷും കൂടെ കിടന്ന് ഉറങ്ങിക്കൊണ്ടിരിക്കുമ്പോഴാണ് കറക്റ്റ് അതേസമയം സിയാന്റെ കൂട്ടുകാരി അവളെ കാണാൻ വേണ്ടി ഇവിടേക്ക് വരും. അങ്ങനെ കൂടെ യുവാനുള്ളതുകൊണ്ട് സത്യത്തിൽ നിന്റെ കൂട്ടുകാർ ഇവിടാണ് താമസിക്കുന്നതെന്ന് പറഞ്ഞ് അവളോട് ചോദിക്കും. കാരണം ഇത് യാൻഷങ്ങിന്റെ ആന്റിയുടെ വീടാ. അങ്ങനെ അവൻ ഇവിടെ വന്നിട്ടുണ്ടെന്ന് പറയുമ്പോൾ സിയാന്റെ കൂട്ടുകാരിയും യാൻഷങ്ങിന്റെ ആന്റിയുടെ വീട്ടിൽ നിന്ന് ഇവളിരിക്കുന്നെന്ന് പറഞ്ഞിട്ട് അവൾ അവിടെ നിന്ന് കോളിംഗ് ബെൽ അടിച്ചോണ്ടിരിക്കുമ്പോൾ ഉറക്കത്തെ എഴുന്നേക്കുന്ന സിയാനാണ് ഇവളുടെ കാല് യാൻഷങ്ങിന്റെ തലയുടെ അവിടെ ഇരിക്കുന്നുണ്ട്. അവൾ ചവിട്ടിയിട്ട് പുറത്തേക്ക് അങ്ങ് ഇറങ്ങും. അതിനുശേഷം അവളും പേടിച്ച് ഞാൻ പോയി ഡോർ തുറന്നിട്ട് തരാന്ന് പറഞ്ഞിട്ട് അവള് പുറത്ത് നോക്കുമ്പോഴാണ് ഇവളുടെ കൂട്ടുകാരി യുവാനാന്ന് അറിഞ്ഞ ഉടനെ യാൻഷങ് ഇവിടെ നിന്ന സീനാന്ന് പറഞ്ഞിട്ട് അവന് ചെന്ന് ഒളിഞ്ഞോളം പറയും. പക്ഷെ അവനാണ് എന്റെ ആന്റിയുടെ വീട്ടിൽ നിന്ന് ഞാനിന്ന് ഒളിയുന്നതെന്ന് പറഞ്ഞ് അവനും പറ്റത്തില്ലെന്ന് പറയുമ്പം ഇവള് രാത്രി ഫുള്ള് നമ്മൾ ഒരുമിച്ച് ടൈം സ്പെൻഡ് ചെയ്ത അവരെല്ലാം തെറ്റിയിരിക്കും പറഞ്ഞിട്ട് ഇവനെ ഫോഴ്സ് ചെയ്തോണ്ടിരിക്കും. അപ്പോഴാണ് അവനൊരു സെക്കൻഡ് ഞാനിന്ന് ഒളിഞ്ഞിരിക്കത്തില്ല, കാരണം ഞാൻ നല്ല പയ്യന, പിന്നെ നിന്നെ പേടിക്കുന്ന എന്നിട്ട് അവൻ അവിടെ നിന്ന് ഇരുന്നോണ്ടിരിക്കും. അങ്ങനെ ഇവളും കുറെ കഷ്ടപ്പെട്ട് അവനെ പോകാൻ പറഞ്ഞാലും അവനാണെ പോകാതെ വാശി പിടിച്ചോണ്ടിരിക്കും. അപ്പോഴാണ് ഇവനും കുറെ സമയമായിട്ട് ഇവര് കോളിംഗ് ബെൽ അടിക്കുന്നുണ്ട്. ഇനി സിയാനോ അല്ല പറ്റിയെന്നറിയാൻ വേണ്ടി അവൻ അവിടുത്തെ സ്പെയർ കീ യൂസ് ചെയ്ത് ആ വാതിൽ ഇറക്കും. അതുകൊണ്ട് ഇവളാണ് ഈ താക്കോലുള്ള അറിഞ്ഞിട്ടാണെന്ന് ഇവിടെ വെയിറ്റ് ചെയ്യുന്നതെന്ന് അറിഞ്ഞ് അവൾ ഇവിടെ ഓടി അകത്തേക്ക് ചെല്ലും. അപ്പോഴാണ് ഇവര് നോക്കുമ്പം അവർ തമ്മിൽ നടന്ന അടിയിൽ രണ്ടുപേരും ഇങ്ങനെ ഹഗ് ചെയ്ത അവസ്ഥയിലായിരിക്കും കിടക്കുന്നത്. അതുകൊണ്ട് യുവാനും അവളുടെ കൂട്ടുകാരും കൂടെ തെറ്റിയിരിക്കുമ്പം സിയാനും പേടിച്ചിട്ട് നിങ്ങൾ വിചാരിക്കുന്നവരൊന്നല്ല, ഞങ്ങൾ തമ്മിൽ ജസ്റ്റ് ഒന്ന് വഴക്കുണ്ടായതാ, കൂടെ ഇന്നലെ രാത്രി ഒന്നും സംഭവിച്ചില്ല, അറിയാതെ അവൻ ഇവിടെ കിടന്ന് ഉറങ്ങിപ്പോയി എന്ന് ഇവളും പറയുമ്പം അവളുടെ കൂട്ടുകാരും അറിയാതെ കിടന്നുറങ്ങിയാലും അതിനുമ്പൊക്കെ എന്തോ സംഭവിച്ച സിയാന്ന് അറിഞ്ഞിട്ട് അവളിട്ട് കളിയായിക്കൊണ്ടിരിക്കും. അപ്പോഴാണ് യുവാനും സത്യത്തിൽ എന്തോ
സംഭവിച്ചളിയാന്ന് പറഞ്ഞ് യാൻഷങ്ങോട് ചോദിക്കുമ്പം അവന് നിങ്ങളിപ്പോ വന്നപ്പോ കണ്ടതൊക്കെ നടന്നിട്ടുള്ളെന്ന് പറയും. അതുകൊണ്ട് ഇവ രണ്ടിന് ഷൈ ആയിക്കൊണ്ട് ഞങ്ങളെങ്കിൽ പിന്നെ പോവാന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് പോകും. അപ്പോഴാണ് സിയാനും ദേഷ്യത്തി ഇവൻ ചുമ്മാ മണ്ടത്തരം വിളിച്ചു പറയാന്ന് പറഞ്ഞിട്ട് അവളോടി കിച്ചണിലേക്ക് അങ്ങ് ചെല്ലും. അതിനുശേഷം ഇവരൊരുമിച്ചെടുത്ത ഫോട്ടോ ഇപ്പൊ ടോം കാണുമ്പോഴാണ് ഈ സിയാൻ എന്തുവാ യാൻഷങ്ങിന്റെ ആന്റിയുടെ വീട്ടിൽ ചെയ്യുന്നെന്ന് പറഞ്ഞിട്ട് അവൾ അപ്പൊ തന്നെ സിയാനെ കാണാൻ വേണ്ടി ചെല്ലും. അങ്ങനെ അവളും നീ ഇവിടെ അല്ല താമസിക്കുന്ന പറഞ്ഞ് ചോദിക്കുമ്പം സിയാൻ ഇവിടെ താമസിക്കാൻ കുറച്ച് സ്പേസ് ഇല്ലാത്തതുകൊണ്ട് യാൻഷങ്ങിന്റെ ആന്റിയുടെ വീട്ടില തൽക്കാലം താമസിക്കുന്നതെന്ന് പറയും. അങ്ങനെ അതുകൊണ്ട് അവളാണ് പുറത്ത് ചിരിച്ചോണ്ട് യാൻഷങ്ങിന് നല്ല മനസ്സാ എന്നിന് അവളും ചുമ്മാ ചിരിച്ചോണ്ട് അകത്ത് ദേഷ്യപ്പെട്ടുകൊണ്ടിരിക്കും. അപ്പോഴാണ് സിയാനും നിങ്ങളുടെ മരിച്ചോയ കൂട്ടുകാരനെ കുറിച്ച് യാൻഷങ്ങിനോട് പറഞ്ഞെന്ന് ഇവളോട് പറയുമ്പം ഇവളാണ് കുറച്ച് ടെൻഷനായി. ഞാൻ അതൊക്കെ നിന്നോട് പറയായിരുന്നത് എനിക്ക് ആ സിറ്റുവേഷൻ തൊട്ട് അതിനോർത്ത് പേടിയാന്ന് പറഞ്ഞിട്ട് ഇവൾ അതുകൊണ്ട് മരിച്ചോയ കൂട്ടുകാരനെ കുറിച്ച് ഇവളോട് പറയാത്തെന്ന് പറയും. അങ്ങനെ അത് അവൾക്ക് റീസൺ ആയിട്ട് തോന്നുമ്പോഴാണ് അതേസമയം ഇവൾക്ക് ഒരു ജോലി എന്ന ഉടനെ അവൾ വർക്ക് ചെയ്യാൻ വേണ്ടി പോകും. എന്നിട്ട് ടോങ് ആണ് ഇവൾ യാൻഷിങ്ങായിട്ട് ഇപ്പൊ കുറെ ടൈം സ്പെൻഡ് ചെയ്യുന്നുണ്ട്, അവനെ കുറച്ച് ബിസി ആക്കാൻ വേണ്ടി ഇവളൊരു പ്രോജക്റ്റ് ഫോം വിളിച്ച് ഓക്കെ പറയും. അങ്ങനെ അതുകൊണ്ട് ഇപ്പോ ഒരു ലീഡർ എന്ന സ്ഥാനത്തിന് യാൻഷങ്ങിന് ഇവളുടെ കൂടെ പോകേണ്ട ആവശ്യമുണ്ട്. ഇതേസമയം ഇവിടെ കൂട്ടുകാരിയാണ് സിയാൻ പറഞ്ഞ കാര്യമെല്ലാം കേട്ടിട്ട് അവൾക്ക് മരിച്ച കൂട്ടുകാരനെ കുറിച്ച് വിഷമമുണ്ട്, എന്തിനാ വീഡിയോ ഒക്കെ നിന്റെ തന്ന് യാൻഷങ്ങിനെ കാണിപ്പിച്ചെന്ന് പറഞ്ഞ് ഇവള് സത്യമെല്ലാം മനസ്സിലാക്കും. അങ്ങനെ മനഃപൂർവ്വം എന്തിനെ ഭക്ഷണത്തിലാക്കിയാന്ന് പറഞ്ഞിട്ട് സിയാനെല്ലാം പറഞ്ഞ് ബോധ്യപ്പെടുത്തും. അപ്പോഴാണ് ഇവളെ കാണാൻ വേണ്ടി യാൻഷങ്ങും ലക്കേജ് ആയിട്ട് നിൽക്കുമ്പം ഇവള് പേടിച്ച് പെട്ടെന്ന് ഡോർ ക്ലോസ് ചെയ്യും. പക്ഷെ അവനാണ് ഞാൻ ടോങ്ങിന്റെ കൂടെ ഇപ്പോൾ ഒരു സ്ഥലം വരെ പോകാന്ന് പറഞ്ഞിട്ട് അതിനായി ലക്കേജ് എന്ന് പറയും. അങ്ങനെ അതുകൊണ്ട് ഒരാഴ്ചത്തേക്ക് അവയില്ലെന്ന് പറഞ്ഞ ഉടനെ അവൾ ഇത് കേട്ട് അപ്സെറ്റ് ആയിട്ട് എങ്കിൽ പിന്നെ ടേക്ക് കെയർ എന്ന് പറഞ്ഞ് അവന് ബായ് പറഞ്ഞ് പറഞ്ഞയക്കും. അവരാണ് അവന് പോകുന്നതിന് മുമ്പ് ഇവൾ കഴിക്കാൻ വേണ്ടി മലക്കറയെ കൊടുത്തിട്ട് സേഫ് ആയിട്ട് വാതിലടിച്ചിരിക്കാൻ വേണ്ടി പറയും. അങ്ങനെ അതുകൊണ്ട് ഇവൻ കാണിക്കുന്ന കെയറിങ്ങിലൊക്കെ അവളും മൊത്തത്തിൽ വീണു. കൂടാതെ അത് മാത്രമല്ലാതെ ഇവൾ ഇവിടെ ഒറ്റയ്ക്കുള്ളതുണ്ട് അവന്റെ കൂട്ടാനെ ലിങ്ങിനെ ഇടയ്ക്കൊക്കെ ഒന്ന് ഇവൾ നോക്കാൻ വേണ്ടി ഫോൺ വിളിച്ച് പറയും. പക്ഷെ അവനാണ് ഇവന്റെ ആന്റിയെ ഭയങ്കര പേടിയാ, അതുകൊണ്ട് അവനും പറ്റത്തില്ലെന്ന് പറയുമ്പം യാൻഷങ്ങും നിനക്കൊരു ഗെയിമിൽ സ്കിൻ വാങ്ങിച്ചാലെന്ന് പറഞ്ഞിട്ട് അവസാനം അങ്ങ് സമ്മതിപ്പിക്കും. അങ്ങനെ അതിനുശേഷം ലിങ്ങും നേരിട്ട് ഇവളെ കാണാൻ വേണ്ടി വീട്ടിലേക്ക് വന്നിട്ട് യാൻഷങ് നീ ഒറ്റയ്ക്കാന്ന് പേടിച്ചിട്ട് എന്നെ പറഞ്ഞേച്ചെന്ന് പറഞ്ഞ് ഇവൻ അടുത്തേക്ക് വന്നിരിക്കും. അപ്പോഴാണ് അവളും ചിരിച്ചോണ്ടെന്ന് പറയാതിരിക്കുമ്പം ഇനി കഴിക്കാൻ ഫുഡാന്ന് പറഞ്ഞിട്ട് അവൻ തട്ടിപ്പറിച്ച് അതെല്ലാം കഴിച്ചോണ്ടിരിക്കും. അതിനുശേഷം സിയാൻ ടോങ്ങായിട്ട് എവിടെയൊക്കെ പോയെന്ന് പറഞ്ഞ് ചോദിക്കുമ്പം ഇവനും അവര് പ്രായമായിട്ടുള്ള ആൾക്കാരെ സഹായിക്കുന്നുണ്ട്, ആ പ്രോജക്റ്റ് വിഷയമായിട്ട് പുറത്തേക്ക് പോയേക്കെന്ന് പറയും. അല്ലാതെ അവന് നിന്നോടല്ല കൂടുതൽ സ്നേഹം എന്ന് പറഞ്ഞ് ഇവൾ അതുകൊണ്ട് ഫോഴ്സ് ചെയ്ത് അവന്റെ ആന്റിയുടെ വീട്ടിലേക്ക് മാറ്റിപ്പിച്ചെന്ന് പറയും. കൂടാതെ ഇപ്പൊ എന്നെ തന്നെ നിന്നെ നോക്കിക്കോളാൻ പറയാണ്, അവന് നിന്നോട് എത്ര സ്നേഹമുണ്ടെന്ന് മനസ്സിലാക്കുന്നു. ഇവൻ ഓരോ കാര്യം പറയുമ്പം അവളും കേട്ട് സന്തോഷിച്ചോണ്ട് എന്നാലും അവന്റെ ആന്റി പോയിട്ട് എത്ര ദിവസമായെന്ന് പറഞ്ഞ് ഇവനോട് ചോദിക്കും. അപ്പോഴാണ് ലിങ്ങാണ് പേടിച്ചിട്ട് എന്റെ പൊന്നുമോളെ അവളെ കുറിച്ച് സംസാരിക്കണ്ട, അവള് വരായിരിക്കും നല്ലത്. നിനക്കൊരു കാര്യം അറിയോ, അവളുടെ ദേഷ്യം എന്റെ പൊന്നോ എനിക്ക് ഒട്ടും സഹിക്കാൻ വയ്യ. കൊച്ചിലെ തന്നെ അവൾ എന്നിട്ട് കുറെ റാഗിയും, അവളാണ് എന്റെ സ്വപ്നത്തെ ഒന്ന് പേടിപ്പിക്കുന്ന രാക്ഷസി എന്ന് ഇവനും പറയുമ്പം അവളാണ് പതിയൊന്ന് പറയടാന്ന് പറഞ്ഞിട്ട് ഇവന് കുടിക്കാൻ വേണ്ടി വെള്ളം എടുക്കാൻ പോകും. അപ്പോഴാണ് അവനും യാൻഷങ്ങിന്റെ ആന്റി അത്രയ്ക്ക് പേടിയാന്ന് ഇവളോട് ആ കാര്യമൊക്കെ പറയും. അങ്ങനെ അവന്റെ ആന്റി ആണെങ്കിലും ഇവരുടെ പ്രായമെല്ലാം ഒന്ന് തന്നെയാ. അങ്ങനെ അവനും അവന്റെ ആന്റിയുടെ പേര് ജിയാങ്ങ, പക്ഷെ എനിക്കത് കേൾക്കാൻ സഹിക്കുന്നില്ലെന്ന് ഇവൻ അവളെ കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് ഈ സമയത്ത് തന്നെ യാൻഷങ്ങിന്റെ ആന്റി ജിയാങ്ങും ഇപ്പൊ വിദേശത്ത് നിന്ന് ഇവിടേക്ക് വന്ന്. അങ്ങനെ അതുകൊണ്ട് അവളുടെ വീട്ടിൽ വന്ന് നിൽക്കുമ്പോഴാണ് ഇവൻ പറഞ്ഞെല്ലാം കേട്ട് ഇങ്ങനെ ദേഷ്യം നോക്കിക്കൊണ്ടിരിക്കും. അപ്പോഴാണ് സിയാങ്ങും ഇതാരാന്ന് നോക്കാമെന്ന് പറഞ്ഞ് ലിങ്ങിനെ വിളിക്കുമ്പം അവനും ഇതാടിയ ആന്റി എന്ന് പറഞ്ഞിട്ട് ജിയാങ്ങിനെ കണ്ട് ഷോക്കായിരിക്കും. അപ്പോഴാണ് അവളും പതി അടുത്തേക്ക് വന്നുണ്ട്, നാണയില്ലാത്തവനെ നിനക്ക് എന്നെ കണ്ട പേടിയാണോ, ഞാൻ രാക്ഷസി കൊള്ളാടലിങ്, എന്നെ കുറിച്ച് നീ പറയുന്ന സംസാരിക്കുന്നത്. ഏതിന് അവളെ കണ്ട് ഇവനാണ് പേടിച്ചു പോയി, നീ എപ്പോഴാടി തിരിച്ചു വന്ന്, ഞാനോ നീ വെള്ളം ഇറക്കാതെ എന്നെ കുറിച്ച് ചീത്ത വിളിക്കുമ്പോ തന്നെ ഞാൻ വന്നടാ. ഏതിന് അവനിട്ട് അടിക്കുമ്പം സിയാനാണ് പേടിച്ചു പോയി അവനെ വെറുതെ ഇടാൻ വേണ്ടി പറയും. അപ്പോഴാണ് ജിയാങ്ങും ആദ്യം നീ ആരാന്ന് പറഞ്ഞിട്ട് അവളെ കുറിച്ച് തിരക്കുമ്പം ഇല്ലെങ്കിൽ നീ ഇല്ലാത്ത സമയത്ത് ഈ വീട് നോക്കിക്കോളാൻ യാൻഷങ് ഇവളെ ജോലി ഏൽപ്പിച്ചെന്ന് പറയും. അങ്ങനെ അതുകൊണ്ട് ഇവളാണ് ദേഷ്യത്തി എന്റെ വീട്ടിൽ വേറെ ആൾക്കാർ കയറുന്ന എനിക്ക് ഇഷ്ടമല്ലെന്ന് പറഞ്ഞ് അവൾ കട്ട കലിപ്പിരിക്കും. കൂടാതെ ലിങ് സിയാനെ സപ്പോർട്ട് ചെയ്യുമ്പം അവളാണ് നിന്റെ ചീട്ടൊക്കെ ഇപ്പോഴും എന്റെ ഇരിപ്പുണ്ടെന്ന് പറഞ്ഞിട്ട് അവനെ ബ്ലാക്ക്മെയിൽ ചെയ്യും. അങ്ങനെ അതിനുശേഷം അവനെ സ്ഥലം വിടുമ്പം സിയാനും പുറകെ തന്നെ പോകാൻ വേണ്ടി നോക്കും. അപ്പോഴാണ് ഇവൾ അവളെ പോകാൻ ശ്രമിക്കാതെ എന്റെ സ്ഥലത്ത് മറ്റൊരു താമസിക്കുന്ന എനിക്ക് ഇഷ്ടമല്ലെന്ന് നിനക്കറിയാവെന്ന് പറഞ്ഞിട്ട് അവളുടെ അടുത്തേക്ക് ഒന്ന് പേടിപ്പിക്കും. കൂടാതെ യാൻഷങ് നിന്നെ ഇവിടെ ഇരുത്തുവാണ്, നിങ്ങൾ തമ്മിൽ ബന്ധം എന്തോന്ന് പറഞ്ഞ് ചോദിക്കുമ്പം അവളും ടെൻഷനോടെ ഞങ്ങൾ ജസ്റ്റ് ഫ്രണ്ട്സാന്ന് പറയും. അപ്പോഴാണ് അവനും ജസ്റ്റ് ഫ്രണ്ട്സിന് എന്റെ മോൻ യാൻഷങ് വിളിച്ചോണ്ട് വരത്തില്ലെന്ന് പറഞ്ഞ് അവളെ പേടിപ്പിച്ചുകൊണ്ടിരിക്കുമ്പം സിയാനും എന്നെ യാൻഷങ് ഇവിടെ വിളിച്ചൊരുത്തിയ, പക്ഷെ നിങ്ങൾക്ക് ഇഷ്ടമല്ലെങ്കിൽ ഞാൻ പോയിക്കോളെന്ന് പറഞ്ഞിട്ട് അവൾ അപ്പം തന്നെ അവിടെ സ്ഥലം വിടും. അതിനുശേഷം ഇവിടെ ഭൂമി അവസാനിച്ച പോലെ യാൻഷങ് അവളോട് പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഇവൾ അർജന്റ് ആയതുകൊണ്ട് ഞാൻ ആ പ്രോജക്റ്റ് ഓക്കെ പറഞ്ഞെന്ന് പറഞ്ഞ് ഇവനെ സമാനപ്പെടുത്താൻ നോക്കും. അപ്പോഴാണ് അവനും അതൊന്നും കുഴപ്പമില്ലെന്ന് പറഞ്ഞിട്ട് റിലാക്സ് ആയിട്ടിരിക്കുമ്പം പെട്ടെന്ന് ഇവനൊരു ഫോൺ കോൾ വരും, സിയാന്റെ അമ്മ ഇപ്പൊ ആശുപത്രി കിടക്കുവാന്ന്. അങ്ങനെ സിയാനെ വിളിച്ചിട്ട് കിട്ടാത്തോണ്ട് ഈ കാര്യം അവളെ അറിയിക്കാൻ വേണ്ടി പറയും. അങ്ങനെ അതുകൊണ്ട് അവൻ അപ്പം തന്നെ ഈ ജോലിയൊക്കെ നിർത്തിയിട്ട് അവനൊരു സ്ഥലം വരെ പോകണ്ടെന്ന് പറഞ്ഞ് അവൻ ആ ബസ്സിൽ നിന്ന് ഇറങ്ങും. അങ്ങനെ അവനെ ആശുപത്രി പോകുന്ന വഴിക്ക് ആദ്യം ഇങ്ങനെ ഫോൺ വിളിച്ച് സിയാൻ അവിടെ തിരക്കും.
കേൾക്കും. അപ്പോഴാണ് അവനും ഇവന്റെ ആന്റി പെട്ടെന്ന് തിരിച്ച് വീട്ടിലേക്ക് വന്നുകൊണ്ട് അവൻ പേടിച്ച് ഇങ്ങോട്ടേക്ക് ഓടിയെന്ന് പറയും. അതുകൊണ്ട് അടുത്ത സെക്കൻഡ് തന്നെ യാൻഷങ് അവന്റെ കോള് കട്ട് ചെയ്തിട്ട് ഇവന്റെ ആന്റി ജിയാങ്ങിനെ വിളിച്ചു നോക്കും. അങ്ങനെ അവൻ ആദ്യം തന്നെ സിയാന്റെ ഫോൺ കൊടുക്കാൻ പറ്റുമോ ചോദിക്കുമ്പോൾ അവളും ദേഷ്യത്തി ഫോൺ വിളിച്ചപ്പോൾ തന്നെ നീ എന്നെ കുറിച്ച് തിരക്കാതെ സിയാനാണ് തിരക്കുന്നതെന്ന് അറിഞ്ഞിട്ട് അവൾ എപ്പോഴാ പറഞ്ഞെന്ന് പറഞ്ഞ് ഇവളും ഫോൺ കട്ട് ചെയ്യും. അങ്ങനെ അതിനുശേഷം അവനും സിയാങ്ങിനെ ഇനി എങ്ങനെ വിളിക്കുന്നറിയാതെ അവൻ ആദ്യം ആശുപത്രിയിലേക്ക് അങ്ങ് ചെല്ലും. അങ്ങനെ രാത്രി ആയതിനു ശേഷം ഇവിടെ സിയാനും ആളുടെ മൊബൈൽ ചാർജ് ഇല്ലാത്തതുകൊണ്ട് വേറൊരു കൊച്ചിനോട് പവർ ബാങ്ക് വാങ്ങിച്ച് കുത്തിയിടും. അപ്പോഴാണ് ഫോൺ ഓൺ ആയത് ഉടനെ ആദ്യം തന്നെ യാൻഷങ്ങിന്റെ മെസ്സേജ് വരും. ഇവളുടെ അമ്മ സെൻട്രൽ ഹോസ്പിറ്റലിൽ ഉണ്ടെന്ന് അറിഞ്ഞ് ഇവളെ പെട്ടെന്ന് വരാൻ വേണ്ടി പറയും. അങ്ങനെ ആ മെസ്സേജ് കണ്ട് അവൾ മേടിച്ചിട്ട് ഇവളപ്പം തന്നെ ആശുപത്രിയിലേക്ക് അങ്ങ് ചെല്ലും. അപ്പോഴാണ് ഇവൾ യാൻഷങ്ങും കുറെ സമയമായിട്ട് ഇവൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്തോണ്ടിരിക്കുന്നത്. അതിനുശേഷം അവൾ എന്തോ സംബന്ധം കുറച്ച് ചോദിക്കുമ്പോൾ ഡോക്ടർ സർജറി ചെയ്യുന്നുണ്ട് ഇവളെ വെയിറ്റ് ചെയ്യാൻ വേണ്ടി പറയും. അങ്ങനെ രണ്ടുപേരും കുറെ സമയം വെയിറ്റ് ചെയ്തതിനു ശേഷം ഡോക്ടർ സർജറി ഒക്കെ സക്സസ് ആയി. ഇനി അവർക്കൊരു ഭക്ഷണമില്ലെന്ന് അറിഞ്ഞ് ഡോക്ടർ അവിടെ നിന്ന് പോകും. അങ്ങനെ അതിനുശേഷം സിയാനാണ് അവളുടെ അമ്മമ്മയെ കാണാൻ ചെല്ലുമ്പോഴാണ് ഇതേ സമയം അവിടുത്തെ നഴ്സും ബില്ലടയ്ക്കാൻ വേണ്ടി പറയും. അപ്പോഴാണ് യാൻഷങ്ങും അവൻ ആ ബില്ലടച്ചോളം എന്ന് പറയുമ്പോൾ ഇവൾ ഞാൻ അടച്ചോളം എന്ന് പറഞ്ഞിട്ട് അവനിത് വാങ്ങിക്കാൻ വേണ്ടി നോക്കും. പക്ഷെ അവൻ ഇവൾ പറഞ്ഞൊന്നും കേൾക്കാതെ അവൻ അവിടെ നിന്ന് പോകും. അങ്ങനെ ഇത് കാണുന്ന നഴ്സാണ് ഇവളുടെ ബോയ് ഫ്രണ്ട് ഭയങ്കര സ്വീറ്റാന്ന് പറഞ്ഞ് സംസാരിക്കുമ്പോൾ അവളും ബോയ് ഫ്രണ്ട് ഒന്നല്ലെന്ന് പറഞ്ഞ് കുറച്ച് നാണിച്ച് പറയും. അപ്പോഴാണ് നഴ്സും ബോയ് ഫ്രണ്ട് അല്ലെങ്കിലും ആ പയ്യന് ഒത്തിരി ഇഷ്ടമെന്ന് പറഞ്ഞിട്ട് ഇവരവിടെ നിന്ന് പോകും. അങ്ങനെ അതിനുശേഷം യാൻഷങ് ബില്ലടച്ചിട്ട് വരുമ്പോഴാണ് ഇവളാണ് ബില്ലിന്റെ കൂടെ തന്നെ കുറച്ച് എക്സ്ട്രാ പൈസ അയച്ചു കൊടുക്കും. കാരണം ഇവന്റെ ആന്റി ഇപ്പൊ തിരിച്ച് വീട്ടിലേക്ക് വന്നുകൊണ്ട് അവൾ ആ ശമ്പളമൊക്കെ ഇപ്പൊ ഇവന്റെ കൊടുത്ത്. അങ്ങനെ ഇവര് സംസാരിച്ചോണ്ടിരിക്കുമ്പോഴാണ് അമ്മുമ്മയും കണ്ണുറന്ന് സിയാൻ ആദ്യം വിളിക്കുന്നത്. അതിനുശേഷം അവളും കരഞ്ഞോണ്ട് അമ്മുമ്മയ്ക്ക് ഇപ്പൊ എങ്ങനെയുണ്ടെന്ന് പറഞ്ഞിട്ട് അവരോട് സംസാരിച്ചോണ്ടിരിക്കും. കൂടാതെ യാൻഷങ് മാത്രം ഇല്ലായിരുന്നെങ്കിൽ ഞാൻ കുറെ കഷ്ടപ്പെട്ടെന്ന് പറഞ്ഞ് അമ്മുമ്മയോട് ആ കാര്യമൊക്കെ പറയുമ്പോൾ അമ്മുമ്മ അവന് താങ്ക്സ് പറയും. അങ്ങനെ അവനതൊന്നും കുഴപ്പമില്ലെന്ന് പറഞ്ഞ് ഇവരോട് സംസാരിച്ചോണ്ടിരിക്കുമ്പോഴാണ് അവന് പെടുന്ന ഒരു ഫോൺ കോൾ നടനെ അവൻ ഇപ്പൊ എന്ന് പറഞ്ഞ് പുറത്തേക്ക് അങ്ങ് ചെല്ലും. എന്നിട്ട് അമ്മുമ്മയും സിയാനോട് ചൈനീസ് ന്യൂ ഇയർ ആയിട്ട് യാൻഷങ് നമ്മളോട് ഒന്ന് കഷ്ടപ്പെടുകയെന്ന് പറഞ്ഞിട്ട് അവനെ കുറച്ച് ബുദ്ധിമുട്ടിപ്പിച്ചെന്ന് പറയും. കൂടാതെ ന്യൂ ഇയർ ആയിട്ട് മോളിപ്പോൾ ആശുപത്രി എൻ്റെ കൂടെ ഇരിക്കില്ല എന്നറിഞ്ഞ് അവളോട് സംസാരിച്ചോണ്ടിരിക്കുമ്പം അവളാണ് വിഷമിച്ചിട്ട് ന്യൂ ഇയറിനേക്കാൾ അമ്മുമ്മയല്ല വലുതെന്ന് പറഞ്ഞിട്ട് അവരെ ഹഗ് ചെയ്ത് കരഞ്ഞോണ്ടിരിക്കും. അപ്പോഴാണ് ഇവർ സംസാരിക്കുന്നതൊക്കെ പുറത്തിരുന്ന് യാൻഷങ് കേട്ടോണ്ടിരിക്കും. അങ്ങനെ അതിനുശേഷം അമ്മുമ്മയും എങ്കിൽ പിന്നെ നമ്മളിവിടുന്ന് ഡിസ്ചാർജ് ആയി പോയതിനു ശേഷം യാൻഷങ്ങായിട്ട് ഒരുമിച്ച് ആഘോഷിക്കാന്ന് പറഞ്ഞ് അമ്മുമ്മ അവളോട് ആ കാര്യം പറയും. അങ്ങനെ ഇതേക്കുന്ന യാൻഷങ്ങും അന്ന് രാത്രി അമ്മുമ്മ റെസ്റ്റ് എടുക്കുമ്പം ഇവൻ അവളെയും വിളിച്ചോണ്ട സ്ഥലം വരെ പോകും. അങ്ങനെ അവൾ എവിടെയൊക്കെ വിളിച്ചണമെന്ന് പറഞ്ഞ് ഇവന്റെ പുറകെ തന്നെ ചെല്ലുമ്പോഴാണ് അവിടെ കുറെ ഫയർ വർക്ക്സ് വരുന്നുണ്ട്. ഇവളും മൊത്തം സന്തോഷത്തി അതെല്ലാം കണ്ടോണ്ടിരിക്കും. അപ്പോഴാണ് അവനും ഹാപ്പി ന്യൂ ഇയർ എന്ന് പറഞ്ഞ് അവളെ വിഷ് ചെയ്യുമ്പം അവള് ഹാപ്പി ന്യൂ ഇയർ എന്ന് പറഞ്ഞ് ഇവനെ താങ്ക്സ് പറയും. അങ്ങനെ രണ്ടുപേരും കൂടെ സന്തോഷത്തോടെ ഈ ന്യൂ ഇയർ അവർ ആസ്വദിച്ചോണ്ടിരിക്കുക. അങ്ങനെ വെക്കേഷൻ എല്ലാം കഴിഞ്ഞ് ഇവർ തിരിച്ച് കോളേജിലേക്ക് ചെല്ലുമ്പോഴാണ് സിയാന്റെ റൂമിലേക്ക് ഒരു റൂംമേറ്റ് വരുമെന്ന് പറഞ്ഞിട്ട് അവിടുത്തെ വാർഡനും പറഞ്ഞിട്ട് പോകും. അങ്ങനെ അതുകൊണ്ട് അവളുടെ ബെഡ് ക്ലീൻ ആക്കി വെക്കാൻ പറയുമ്പം ഇവിടെ കൂട്ടുകാരാണ് എനിക്ക് യുവാനായിട്ട് ഡേറ്റ് ഉണ്ടെന്ന് പറഞ്ഞ് സിയാനോട് സോറി പറഞ്ഞിട്ട് അവിടെ നിന്ന് പോകും. അങ്ങനെ ശിവളും ബെഡൊക്കെ റെഡി ആയിക്കൊണ്ടിരിക്കുമ്പോഴാണ് അതേസമയം അവളുടെ ലക്കേജ് ആയിട്ട് കൂടെ വരുന്ന യാൻഷങ് ആയിരിക്കും. കാരണം ലിങ്ങിനെ വിളിച്ചപ്പോൾ അവൻ പേടിച്ച് സ്ഥലം വിട്ട്. അതുകൊണ്ട് അവൻ ഇത്രമാത്രമൊക്കെ പേടിക്കാൻ ഇവൾ എന്തോ ചെയ്യുന്ന പറഞ്ഞ് ചോദിക്കുമ്പോൾ അവളതൊക്കെ സീക്രറ്റാന്ന് പറഞ്ഞിട്ട് ഇവനെ റൂമിൽ ചെന്ന് ലക്കേജൊക്കെ വയ്ക്കാൻ പറഞ്ഞ് അവൾ അവിടെ നിന്ന് പോകും. അതിനെ ശിവനും ആ റൂമിലേക്ക് വന്ന് ലക്കേജൊക്കെ വയ്ക്കുമ്പോഴാണ് ഇവന് പിടികിട്ടുന്ന ഇത് സിയാൻ താമസിക്കുന്ന റൂമാണെന്ന്. അങ്ങനെ അതവൻ മനസ്സിലാക്കിയിരിക്കുമ്പം അവിടെ ബാത്റൂമിൽ നിന്ന് സിയാനാണ് അവളുടെ കൂട്ടുകാരി അതിന് മുമ്പ് വന്നോന്ന് വിചാരിച്ച് ടവൽ എടുക്കാൻ വേണ്ടി പറയും. ഇത് കേട്ട് ഇവനാണ് ആകെ മൊത്തത്തിൽ പേടിച്ചോയിരിക്കും. അങ്ങനെ അതോടെ നമ്മൾ ഇടുന്നത് എപ്പിസോഡ് എടുത്തിരുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ട വീഡിയോ ലൈക്ക് ചെയ്തിട്ട് മറക്കാൻ നിങ്ങളുടെ ഫ്രണ്ട്സിലെ ഷെയർ ചെയ്യുക. സോ ഇനിയിപ്പോൾ നമുക്ക് അടുത്ത എപ്പിസോഡായിട്ട് നാളെ കാണാം.